പിഴച്ചവരെയും വിവരമില്ലാത്തവരെയും ദീനിൻ്റെ മാർഗത്തിൽ നേതാക്കളാക്കരുത്. മുഹമ്മദ് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തീർച്ചയായും മതവിജ്ഞാനം തന്നെയാണ് ദീൻ. അതുകൊണ്ട് ആരിൽ നിന്നാണ് നിങ്ങൾ ഇൽമ് സ്വീകരിക്കുന്നത് എന്ന് ആലോചിക്കുക. സ്ത്രീകൾക്കും ഇൽമ് നേടുവാനുള്ള ആഗ്രഹം ഉണ്ടാകണം. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്ത്രീകൾ പറഞ്ഞു, പുരുഷന്മാർ ഞങ്ങളെ മറികടന്നിരിക്കുന്നു. തങ്ങൾ ഞങ്ങൾക്കൊരു ദിവസം നിശ്ചയിച്ചു തരണം. അങ്ങനെ നന്മ കൽപ്പിക്കാനും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഒരു ദിവസം വാഗ്ദാനം ചെയ്തു. ആ ഉപദേശത്തിൽപ്പെട്ടതാണ് 3 മക്കൾ മരണപ്പെട്ടു പോകുന്ന ഒരു സ്ത്രീക്ക് നരകത്തെ തൊട്ട് ആ സന്താനങ്ങൾ ഒരു മറയായിരിക്കും. അപ്പോൾ ഒരു സ്ത്രീ ചോദിച്ചു, 2 മക്കൾ മരിച്ചാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 2 ആയാലും ശരി. ഇൽമുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം ബർക്കത്തുണ്ടാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അവരിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വിജ്ഞാനം നുകരാൻ വേണ്ടി വരുമായിരുന്നു. മറ്റേയാളാണ് കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചിരുന്നത്. ഒരു ദിവസം അധ്വാനിക്കുന്ന സഹോദരൻ മറ്റേയാളുടെ നിഷ്ക്രിയത്വത്തെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു പക്ഷേ അള്ളാഹു നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് അവൻ കാരണമായേക്കാം, എല്ലമ്മ പഠിക്കുന്നതിലുള്ള ബർക്കത്ത് കാരണമായേക്കാം. വിവരം നിനക്കില്ലാതിരിക്കും തോറും വിലയിൽ കുറഞ്ഞ മനുഷ്യനായി നീ മാറും. വിവരം ഒരാൾക്കില്ലാതെ ചെയ്താൽ ഫത്വകൾ ശപിക്കുന്നതാണ് ആകാശഭൂമി മലക്കുകൾ എന്നാണ് സയ്യിദുനാ അലി റളിയല്ലാഹു പറയുന്നതോർക്കണമേ നീ സുബ്ഹാനല്ലാഹ്.